നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ പറയാനും അതുപോലെ തന്നെ കഴിയുന്ന ചെറുതാണെങ്കിൽ സഹായം നൽകണേ. അതുപോലെ കുടുംബത്തിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന്. ഇത്രയും നാള് പഠിച്ചിട്ട് അവസാന സമയത്ത് എൻ്റെ ഉമ്മയുടെ ആഗ്രഹം കലമുടയ്ക്കാൻ എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ എൻ്റെ ഉമ്മയുടെ ചികിത്സകൾ നടക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഞങ്ങൾ ഇത് ചോദിക്കും, ഞങ്ങൾ അഭിമാനം മുൻനിർത്തി നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ അത്രത്തോളം മോശമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾക്ക് അള്ളാഹു അതിനുപരി നൽകും. അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന ഹദീസ് മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് നൽകിയാൽ അള്ളാഹു നിങ്ങൾക്ക് അതിനുപരി സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഉസ്താദിന്റെ ഒരു ഞാനത് കഷ്ടപ്പെട്ട് എന്റെ മോനെ പഠിപ്പിച്ച് ഞാന് ദുനിയാവിലെ ആഹ്റത്തിലും ഉതവുന്ന മോനാക്കി, എല്ലാവർക്കും ഉതവുന്നൊരു മോനാക്കിയിട്ട് ഞാന് എനിക്ക് പടച്ചോന്റെ കൂലിയും നന്മയും കിട്ടുന്ന ഒരു മോൻ. എനിക്ക് ഒരേ ഇതൊരു ആഗ്രഹമുള്ള എനിക്ക് ഒരു കിടക്കാൻ ഒരു വീട്, അതിന് ഒരു നിവൃത്തിയില്ല. എനിക്കായിട്ടൊരു നിവൃത്തിയില്ല. പക്ഷെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് എന്നെ എനിക്കൊരു വീട് വെച്ചിരുന്നു. കൊല്ലം ജില്ലയിലെ തട്ടാമല മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഉമ്മയനല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുടുംബത്തിന്റെ സങ്കടകരമായ വിഷയങ്ങളാണ്. ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മുതാലിമായ അജ്മലിന്റെ ഉമ്മയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചികിത്സിക്കാൻ പണമില്ലാതെ വല്ലാതെ പ്രയാസത്തിലാണ്. ഈ ഒരു വീടിന്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഈ ഒരു കുടുംബത്തിന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. ഇദ്ദേഹത്തിന്റെ സനദ് ബിരുദത്തിൽ നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷക്കാലം കണ്ണൂരും കോഴിക്കോടൊക്കെ മതവിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോയ ഒരു സഹോദരനാണ് ഈ അജ്മൽ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ കാണുന്നവരും കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന സഹായം കൊണ്ടാണ് മതവിദ്യാഭ്യാസവും മറ്റുള്ള ചെലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലത്തോളം ഇദ്ദേഹത്തിന്റെ ജന്മം മുതൽ ഈ ഒരു ആയുസ് വരെ 20 വയസ്സിന്റെ മുകളിലായി ഈ അജ്മൽ ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കുന്ന, ഇവിടെയുള്ള വാർഡ് മെമ്പർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സഹായം കൊണ്ടാണ് പ്രിയപ്പെട്ടവർ കഴിഞ്ഞത്. വർഷങ്ങളായി ഉമ്മ വളരെ രോഗിയാണ്, കൂടുതൽ നടക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഹോദരി ചികിത്സിക്കാൻ പണമില്ലാതെ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി കൂടുതൽ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇങ്ങനെ കിടക്കും. 7ാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ട് യതീമായി വളർന്ന് മതവിദ്യാഭ്യാസത്തോട് ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരൻ ഇന്നും വല്ലാത്ത പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറാണ്. എന്റെ പേര് എസ് മുഹമ്മദ് റാഫി. രോഗിയായ ജമീലയുടെ മകൻ മുത്തല്ലിമായ അജ്മലും താമസിക്കുന്ന ഒരു വീടാണിത്. ടാർപ്പ വല പിടിച്ചു കെട്ടി തുണി മറച്ചാണ് ഈ വീട്ടിൽ അവർ കഴിയുന്നത്. ഈ വീട് വെക്കണമെങ്കിൽ തന്നെ ഈ സാധനങ്ങൾ അവിടുന്ന് ചുമന്നുകൊണ്ട് വരേണ്ടത് വളരെ ഒരു